വല്ലാത്തൊരു മനുഷ്യനാണ് ഈ അനീഷ്. സോ അനീഷിന് ഈ ആഴ്ച ലാലേട്ടൻ വന്നു ആ ടാസ്കിലെ പ്രകടനം കൊണ്ട്, അതായത് ക്വിസ് കോമ്പറ്റീഷനിൽ നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ട് അനീഷിന് നോമിനേറ്റ് ചെയ്യാനുള്ള ഒരു പവർ കൊടുത്തല്ലോ. അപ്പോൾ ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞു, അനീഷിന് ഈ ആഴ്ച തൊട്ട് നോമിനേറ്റ് ചെയ്യാം, ആ ഒരു പവർ തിരിച്ചു കിട്ടിയിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ താങ്ക് യു ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഉടനെ ബിഗ് ബോസ് ചോദിച്ചു, അനീഷിന് ഓപ്പൺ നോമിനേഷൻ വേണോ, കൺഫെഷൻ റൂമിൽ പോയിട്ട് ചെയ്യണോ, ഏതാണ് വേണ്ടത്, നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അനീഷിൻ്റെ സ്ഥാനത്ത് ഒരു 90% പേരും, അല്ലെങ്കിൽ അതിനകത്തുള്ള ഒരു 99% പേരും ഒരു സേഫ് ആയിട്ടുള്ള ഒരു സാധനം ചൂസ് ചെയ്യാൻ തീരുമാനിക്കും. കാരണം ഈ ഘട്ടത്തിൽ അവരൊരു ഓപ്പൺ നോമിനേഷൻ ചൂസ് ചെയ്യാനായിട്ട് മടി കാണിക്കും. കഴിഞ്ഞ ആഴ്ച ഓപ്പൺ നോമിനേഷനിൽ പോകാൻ താല്പര്യമുള്ളവരോട് എണീക്കാൻ പറഞ്ഞപ്പോൾ മടിച്ചാണ് കുറേ പേരൊക്കെ എണീറ്റത്. കാരണം എണീക്കണമല്ലോ എന്ന് ഓർത്തിട്ട്. അതായത് ഷാനവാസ്, അതുപോലെ എനിക്ക് തോന്നുന്നു നെവിൻ, അങ്ങനെ ഒരു 2-3 പേരാണ് ധൈര്യത്തോടെ ആദ്യമേ എണീറ്റത്. ബാക്കിയുള്ളവരൊക്കെ പതിയെ എങ്ങനെയൊക്കെയോ എണീക്കണമല്ലോ എന്ന് പറഞ്ഞ് എണീറ്റതാണ്. ഇവിടെ അനീഷിൻ്റെ അടുത്ത് ബിഗ് ബോസ് ചോദിക്കാൻ കാത്തിരുന്ന പോലെ അനീഷ്, ബിഗ് ബോസ് എനിക്ക് ഓപ്പൺ നോമിനേഷൻ മതി, ബിഗ് ബോസ് ഞാൻ ഓപ്പൺ നോമിനേഷൻ ചെയ്തോളാം. അതായത് പുള്ളിക്ക് അവിടെ ആരെ ഒരു വിഷയമല്ല. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, വേണമെങ്കിൽ ഷാനവാസിനെ വേണമെങ്കിൽ നോമിനേറ്റ് ചെയ്യും. ഗെയിമിനകത്ത് അനീഷ് അങ്ങനെയാണ്. അനീഷിനെ സംബന്ധിച്ചിടത്തോളം അവിടെ മറ്റുള്ളവർ എന്ത് കരുതും എന്നുള്ള ചിന്തയൊന്നും അനീഷിനില്ല. ആരുമായിട്ടും അങ്ങനെ ഭയങ്കര കൂട്ടുകെട്ടൊന്നും ഉണ്ടാക്കാതെ ഒരു സൈഡിൽ കൂടെ പോകുന്ന ഒരു പരിപാടിയാണ് അനീഷിൻ്റെത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും വരാം.